നെക്സ്റ്റ് പാർട്ടാണിത്. നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. ഈ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാർട്ട് നിങ്ങളുടെ ഈ ബുക്കിലെ ഈ ക്വസ്റ്റ്യൻ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ ഓൾമോസ്റ്റ് ഒരു 14 പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3 ഷീറ്റ് പേപ്പറെങ്കിലും ഞാൻ ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പറവും പിന്നെ അതിന്റെ ഇങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തുള്ള പറവാണ് പറയുന്നത്. അതിന് 3 ഷീറ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങളൊരു മാനേജ്മെന്റിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ല് സിമ്പിളായി എഴുതാൻ പറ്റും. 14, 15, 16 പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഞാനിത് ബൈ ഹാർട്ട് ചെയ്യാന്നുള്ള രീതിയിലല്ല പറയുന്നത്. നിങ്ങൾക്കിത് ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്കത് ഭാവിയിൽ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാം എക്സാമിന്റെ ടൈമിലാവുമ്പോൾ. സോ ഫസ്റ്റ് തിങ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മാനേജ്മെന്റിനെ പറ്റി അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതാം. സോ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ലോകത്തിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ബിസിനസ്സിലോ അതേപോലെ സോഷ്യൽ മീഡിയയിലോ റിലീജിയസ് ക്യാമ്പയിൻസിലോ അതുപോലെ തന്നെ ഫിനാൻസിലോ ഓപ്പറേഷൻസിലോ എന്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അത് അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഇത് നമ്മൾ മുമ്പേ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞതാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്, which means whatever we do, we are doing it to attain certain objective that is predetermined. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് ഗോൾ ഓറിയന്റഡ്. അത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം. പിന്നെ ദെൻ ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മളിത് ഓൾറെഡി നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ഇത് പ്രോസസ്സാണ്, അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഈ 2 പോയിന്റും വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഹ്യൂമൻ ആക്ടിവിറ്റി എന്നുള്ളതിന് പകരം മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്, മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഇത് 2 പോയിന്റ് ആക്കി എഴുതാം. കാരണം ഇവിടെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ബിക്കോസ് ഇതിലെല്ലാം നാച്ചുറലി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സം ആർഗ്യൂസ് ദാറ്റ് ലൈക്ക് ഇറ്റ്സ് എ പ്രൊഫഷണൽ വർക്ക്. പ്രൊഫഷണൽ ആണല്ലോ മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ഇറ്റ്സ് എ പ്രൊഫഷൻ. ദെൻ ഇറ്റ്സ് ആർട്ട് ആൻഡ് സയൻസ്. ഇത്രയും കാര്യമായിട്ട് പഠിക്കേണ്ട. ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങളൊരു മാനേജറാണ്, നിങ്ങൾക്ക് മാനേജർ ആവണമെങ്കിൽ നിങ്ങൾ MBA എടുക്കണം. സോ MBA ഇസ് സയൻസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് പഠിക്കണം, ഓരോരുത്തരെ എങ്ങനെ ഇതാക്കണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. അതാണ് സയൻസിൽ വരുന്നത്. ഈ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നതും തിയറിയും പ്രാക്ടീസും ഉണ്ട്. നിങ്ങളത് ചെയ്തതിന് ശേഷം എന്നാൽ കൂടി നിങ്ങളുടെ സ്വന്തമായ കുറെ കഴിവുകൾ നിങ്ങൾ ആഡ് ചെയ്യണം. അതാണ് ഈ ആർട്ട് വരുന്നത്. ആർട്ടിസ്റ്റിക് പാർട്ട് അവിടെയാണ് വരുന്നത്. സോ ഇത്രയും എഴുതേണ്ട കാര്യമില്ല. യു ക്യാൻ സേ ലൈക്ക് മാനേജ്മെന്റ് ഇസ് art as well as science. We require scientific knowledge of management in order to be a good manager, but at the same time you have to include your artistic work, like your personal perspectives, your individual excellence in order to get a good result. And that's why we call management is both an art and a science. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് ലൈക്ക് മൾട്ടിഡിസിപ്ലിനറി. നമുക്ക് വരുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ. ആൻഡ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ലൈക്ക് നമുക്കൊരു നമുക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഏതിലേക്ക് വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ അറ്റ് മൾട്ടിഡിസിപ്ലിനറി. ഡൈനാമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമുക്ക് എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ച് വന്നാലും അതിനനുസരിച്ച് നമുക്ക് ഡൈനാമിക് ആയിട്ട് നമുക്ക് ആക്ഷൻസ് എടുക്കാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അതൊക്കെയാണ് ഡൈനാമിക്കിൽ വരുന്നത്. എയ്ത്ത് തിങ് ഈസ് ഇൻടാഞ്ചിബിൾ. തൊടാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. മാനേജ്മെന്റിന് നമുക്ക് തൊടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റാത്തതായതുകൊണ്ട് ഡിസ്റ്റിങ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളായിരിക്കില്ല ഒന്നും ചെയ്യുന്നത്,
മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നതാണല്ലോ, വേറെ ആളെ മാനേജ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുന്നതാണല്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലതാ വരുന്നത്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് rather than doing itself. ലൈക്ക് മാനേജ്മെന്റ് ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, അവർ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Then next thing is management is a system of authority. Authority considered as ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും, മാനേജർ, സബോർഡിനേറ്റ്, മാനേജറിന്റെ മേലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. അതായത് ഒരു പിരമിഡ് പോലെ ഇങ്ങനെ ഹൈറാർക്കി ഉണ്ടായിരിക്കും. അതിൽ മേലെ ടോപ്പ് ലെവൽ മാനേജർ, മാനേജർ, പിന്നെ അവസാനം അതർ നോൺ മാനേജ്മെന്റ് വർക്കേഴ്സ്. ഇവരെ കൊണ്ട് കാര്യങ്ങൾ ഇവർ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് മേലേക്ക് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരു സിസ്റ്റം ഓഫ് അതോറിറ്റി, അതായത് ഇവർ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ താഴെയുള്ള ആൾക്കാരോട് റിസൾട്ട് ചോദിക്കും, അവർ താഴെയുള്ള ആൾക്ക് റിസൾട്ട് ചോദിക്കും. ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് മേലുന്ന ഡിസിഷൻസ് താഴേക്ക് ഫ്ലോ ചെയ്യും. സോ ദാറ്റ് ഈസ് കംസ് അണ്ടർ മാനേജ്മെന്റ് ഓഫ് അതോറിറ്റി. ദെൻ ലാസ്റ്റ് 11th പോയിന്റ് ആണ്, ഇറ്റ്സ് റിക്കോർഡഡ് ദ ഓൾ ലെവൽസ് ഓഫ് എന്റർപ്രൈസ്. എല്ലാ ലെവലിലും ഇതാക്കുക. അതായത് നിങ്ങൾ ഒരു കാറ്ററിങ്ങിന്റെ ആളാണെങ്കിൽ മെയിൻ കാറ്ററിങ്ങിന്റെ ആള് നിങ്ങൾക്കൊരു 50 പേരെ വർക്കിന് വേണം, നിങ്ങളൊരു 3 ആൾക്ക് അല്ലെങ്കിൽ ഒരു 4 ആൾക്ക് കൊടുത്ത് 4 ആളോട് നമ്മൾ പറയാണ് നിങ്ങൾ 4 ആളും ഒരു 10 പേരെ വെച്ച് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ഒരു 4 ആളും 10 പേരെ വെച്ചിട്ട് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇയാൾക്ക് ഈ 4 ആളെ മാനേജ് ചെയ്താൽ മതി, ഈ 4 ആൾക്കും ഓരോരുത്തർ കൊണ്ടുവന്ന 10 പേരെ മാനേജ് ചെയ്താൽ മതി. സോ മാനേജ്മെന്റ് ഹാപ്പൻസ് ഇൻ എവറി ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ. മേലത്തെ ആൾ 4 ആളാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവരുന്ന ആൾക്കാർ 10 ആൾക്കാരെ വീതം മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഈ ലെവലിലും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, ഈ ലെവലിലും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ മാനേജ്മെന്റ് റിക്വയർഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് എന്റർപ്രൈസ്. എല്ലാ ലെവലിലും മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ദെൻ 12th ഫാക്ടർ ഇസ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവേഷൻ കൈൻഡ് ഓഫ് ഇത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം എന്തൊരു ഇതുണ്ടെങ്കിലും അതിനെ റിയാക്ട് ചെയ്യാനും അതിനുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കും മാനേജ്മെന്റിന്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ആക്റ്റീവ് ക്യാരക്ടർ, ഭയങ്കര ആക്റ്റീവാന്ന് പറയില്ലേ, നമ്മൾ എന്തിനോടും റെസ്പോണ്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും മാനേജ്മെന്റിന്. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്യണം, അത്ര ഇതിൽ വരുന്നുള്ളൂ. പിന്നെ മാനേജ്മെന്റ് ഇപ്പോൾ ഗുഡ് ലീഡർഷിപ്പ്, ഇത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റിൽ പഠിച്ചാണ്. ലീഡർഷിപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സോ അതാണ് 14th പോയിന്റ്. സോ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അത് എഴുതാൻ അങ്ങനെ ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് നിങ്ങൾക്ക് അവൈലബിൾ അറിയുന്നെങ്കിൽ. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എല്ലായിടത്തും പറ്റും. മാനേജ്മെന്റ് ഇസ് ഗോൾ ഓറിയന്റഡ്, റിസൾട്ട് വേണ്ടിയാണ്. മാനേജ്മെന്റ് ഇസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യന്മാരെ ഇൻക്ലൂഡ് ചെയ്തതാണ്. മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ, കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. പ്രൊഫഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം വരുന്നത് മാനേജ്മെന്റ് ഈസ് ആർട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ട് ആൻഡ് സയൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ആർട്ട് സയൻസ് ആവണമെങ്കിൽ നമ്മൾ കുറെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ പഠിക്കണം. ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലായിട്ട് നമ്മളുടെ പോയിന്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ്, ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിക് ടച്ച് കൂടിയുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി, നമ്മളിത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്സ്, ഫിനാൻസ്, ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡൈനാമിക്, ഭയങ്കര ചേഞ്ചസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ മാനേജ്മെന്റിന്റെ സ്വഭാവം മാറ്റാൻ പറ്റും. ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റത്തില്ല. ഡിസ്റ്റിങ്ക്റ്റ് ഓഫ് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കില്ല ചെയ്യുന്നത്, അതായത് മാനേജ്മെന്റ് ആയിരിക്കില്ല ചെയ്യുന്നത്. മാനേജ്മെന്റ് ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് വിളിക്കുന്നത്. മാനേജ്മെന്റ് ഈസ് സിസ്റ്റം ഓഫ് അതോറിറ്റി, ഒരു അതോറിറ്റി ഓഫ് സിസ്റ്റം ഉണ്ടായിരിക്കും മാനേജ്മെന്റിന്. ഒരു ഇതിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓൾ ലെവൽ ഓഫ് എന്റർപ്രൈസ്, ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ലെവലിലും ഇംപ്ലിമെന്റ് ആയിരിക്കും. ആക്റ്റീവിങ് ഫാക്ടറാണ്, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. എല്ലാ ഡിസിഷൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് എടുക്കുന്നതാണ്. മാനേജിംഗ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റിന് പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ആവശ്യമാണ്. മാനേജ്മെന്റ് ഇസ് എ ഗുഡ് ലീഡർഷിപ്പ്, മാനേജ്മെന്റിന്റെ ഒപ്പം നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. ഇതൊന്നും നിങ്ങൾ പഠിക്കണം കേട്ടോ, ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് മാനേജ്മെന്റിന്റെ നേച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പോയിന്റ്സ് മാത്രം പഠിച്ചിട്ട് നിങ്ങളിത് എലാബറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് തിങ്, ഇതിൽ നമ്മൾ ഒരു ഭാഗം കൂടി കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. സിഗ്നിഫിക്കൻറ്റ് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇതിൽ
ഈ സെയിം സാധനം തന്നെ നമുക്ക് ഈ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റിലും നമുക്ക് യൂസ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ലെറ്റ് മീ ട്രൈ. നമുക്ക് ഇതിൽ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സിഗ്നിഫിക്കൻറ്റ് മാനേജ്മെന്റ് കൂടെ നമുക്ക് നോക്കി നോക്കാം. Management plays a vital role in model business world. It's motivating, guiding force which helps the organization grow prospectively, and the importance of management has increased tremendously in the modern world due to the following reasons. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇത്രയും ഇമ്പോർട്ടൻസ് ആയത്? ഫസ്റ്റ് തിങ്, മാനേജ്മെന്റ് ഹെൽപ്പ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. സെക്കൻഡ് തിങ്, ഇത്രയും പഠിച്ചാൽ മതി, അതിന് കൂടുതലൊന്നും ആക്കണ്ട. ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും. Second thing, it ensure optimal utilization of resources, both human and materials. Human and materials ആയിട്ടുള്ള എല്ലാ റിസോഴ്സിനെയും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. Ensure economic and social development of the country. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. To help to attain maximum efficiency in minimum human efforts. അതായത് കുറച്ച് ഹ്യൂമൻ എഫേർട്സിൽ ഒരുപാട് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ പറ്റും. It help to promote welfare of the society, providing a better quality of goods. ആക്ച്വലി നമ്മളിത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും. അത് സൊസൈറ്റിയുടെ വെൽഫെയറിന് യൂസ് ആവും. സിവിയർ ആൻഡ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇസ് ഗോയിങ് ഓൺ. റീറ്റെയിൽ മാർക്കറ്റ് ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോ. ഇതൊരു ഫോർ ദ സേക്ക് അവർ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് ബെറ്റർ മാനേജ്മെന്റിലൂടെ പറ്റുമെന്ന് മാത്രം എഴുതിയാണ്. Management motivates the peoples of the organization toward attainment of objectives in the organization. അതായത് മാനേജ്മെന്റ് അതിൽ ഗ്രൂപ്പ് നമ്മളെ ടീമിൽ തന്നെയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാനേജ്മെന്റ് ഓർഗനൈസേഴ്സ് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ എഫക്ട്സ് ഓഫ് പീപ്പിൾസ് ഇൻ എ ഗ്രൂപ്പ് ഇൻ ഓർഗനൈസേഷൻ. നമ്മൾ ലീഡർഷിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും, അവരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. മാനേജ് ഹെൽപ്പ് ടു മീറ്റ് ചലഞ്ച് അപ് ടു ഡ്യൂ ടു ചേഞ്ച് ഓഫ് ടെക്നോളജി, ടേസ്റ്റ് ആൻഡ് ഫാഷൻ. മാനേജ്മെന്റ് നമ്മളെ ചലഞ്ചസിനെ ടാക്കിൾ ചെയ്യാൻ, ചലഞ്ചസിനെ ഒരു ബിസിനസ്സിൽ വരുന്ന ചലഞ്ചസിനെ നേരിടാൻ സജ്ജമാക്കും. മാനേജ്മെന്റ് എൻഷുർ എഫിഷ്യൻസി, സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ്. മാനേജ്മെന്റിൽ ഉണ്ടെങ്കിൽ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. മാനേജ്മെന്റ് പ്രൊവൈഡ് ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻസ് ടു എന്റർപ്രൈസ്. മാനേജ്മെന്റിലാണെങ്കിൽ ഇതിൽ നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരും. മാനേജർ പ്രൊവൈഡ്സ് റിപ്പീറ്റഡ് സ്റ്റിമുലസ് ടു ആർഗ്യുമെന്റ് ബിസിനസ്. റിപ്പീറ്റഡ് സ്റ്റിമുലസ്, എന്തായാലും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബിസിനസ്സിനെ. ഇതാണ് ബേസിക് പറയുന്നത്. ഇറ്റ് എൻഷുർ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസേഷൻ, ഹെൽപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടീം സ്പിരിറ്റ്. ടീമിനിടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കാനൊക്കെ മാനേജ്മെന്റ് ഇതാക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെന്റ് നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട്, മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഓണറാണ്. നിങ്ങളൊരു പ്രോപ്പർ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ, അവരെന്തൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരും എന്ന് ആലോചിച്ചാൽ മതി. കൂടുതൽ സെയിൽസ് ഉണ്ടായിരിക്കും, നല്ല ഇതിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല മാനേജ്മെന്റ് മനസ്സിൽ വെച്ച് ആലോചിക്കണം കേട്ടോ. അലമ്പുള്ള ആൾക്കാരെ വെച്ച് ആലോചിക്കരുത്. നമ്മളെ ടീമുണ്ട്, അവരെല്ലാവരും അലമ്പുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ വെച്ച് ആലോചിക്കരുത്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളൊരു ഇപ്പോൾ നിങ്ങൾ ബൈക്ക് സെല് ചെയ്യുന്നതാണ്, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, നിങ്ങളൊരു അടിപൊളി മാനേജ്മെന്റ് വെച്ചിട്ട് നമ്മൾ ബൈക്ക് ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കുകയാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അവർ ഓറിയന്റഡ് ആയിട്ട് അവർ ബൈക്ക് വിൽക്കാൻ നോക്കും, നല്ലോണം അവർ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ നോക്കും. നമ്മളപ്പോൾ അവർക്ക് ഇൻസെന്റീവ് കൊടുക്കും, അപ്പോൾ അവർ ഹാപ്പി ആവും. അപ്പോൾ അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. മാനേജ്മെന്റ് അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യും. മാനേജ്മെന്റ് കൂടുതൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കും, നല്ല സർവീസസ് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്താ പറയുക, നല്ലതായിരിക്കും. കൂടുതൽ ഇത് വരുമല്ലോ, എമൗണ്ട് വരില്ലേ എക്കണോമിക്ക്. പിന്നെ അതുപോലെ നമ്മൾ ആൾക്കാർക്ക് ടീമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടും. നമ്മളുള്ള ഹ്യൂമൻസിനൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യും, ഡയറക്ഷൻസ് കറക്റ്റ് ആയിരിക്കും, ചാലഞ്ചസിനെ ടാക്കിൾ ചെയ്യും. ഇതൊക്കെ മാനേജ്മെന്റ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. നിങ്ങളൊരു മാനേജറിന്റെ ലെവലിൽ കൺസിഡർ ചെയ്തിട്ട് ചെയ്താൽ മതി. Then the last part of this is like scope of management. സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് ഇത്തിരി ഉണ്ട്, നമുക്കത് ഒറ്റൊരു വീഡിയോയിൽ ഇത് കവർ ചെയ്യാം. മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺസോളിഡേറ്റഡ് വീഡിയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാം.